പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് ആഫ്രിക്കയിൽ, എത്യോപ്യ. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങൾ മുതൽ മനോഹരമായ മഴക്കാടുകൾ വരെ ഇവിടെയുണ്ട്. എന്നാൽ ഈ മനോഹരമായ രാജ്യത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ചിലർ അതിനെ നരകത്തിലേക്കുള്ള വാതിലുകൾ എന്ന് വിളിക്കുന്നു. അതാണ് ഭൂമിയിലെ ഏറ്റവും വിചിത്രവും കൗതുകകരവുമായ ഇടങ്ങളിലൊന്നായ ഡാനക്കിൾ ഡിപ്രഷൻ. ചൂടുവെള്ളം നിറഞ്ഞ നീരുറവുകളും ആസിഡ് കുളങ്ങളും അഗ്നിപർവ്വതങ്ങളും ഉപ്പുപർവ്വതങ്ങളും ചേർന്ന ഒരിടം. ഒരു മനുഷ്യനും സ്ഥിരമായി താമസിക്കാൻ കഴിയാത്ത ഇടമായിട്ടുകൂടി ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ ഏറെയാണ്. സൗരയൂഥത്തിന്റെ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. അഫാ ഡിപ്രഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പണവും നാണയങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് ഡാനക്കിളിൽ നിന്നും വെട്ടിയെടുക്കുന്ന ഉപ്പുപാളി വെളുത്ത സ്വർണമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. നൂറ്റാണ്ടുകളോളം ഈ ഉപ്പുപാളികളാണ് പണമായി ഉപയോഗിച്ചിരുന്നത്. ഒരു കാലത്ത് ചെങ്കടലിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വരണ്ട കാലാവസ്ഥയും കാരണം ലാവയുമായി ചേർന്നാണ് ഈ നിറമുള്ള തടാകങ്ങളായി മാറിയത്. ഇവിടെയുള്ള ജലാശയങ്ങൾക്ക് പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. കടൽ വെള്ളവും മഴവെള്ളവും ഭൂമിക്കടിയിലെ മാഗ്മയുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തിന് ഓറഞ്ച്, പച്ച, മഞ്ഞ നിറങ്ങൾ നൽകുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളരും. അപ്പോൾ ഡാനക്കിൾ ഡിപ്രഷൻ ഒരു പുതിയ സമുദ്രമായി മാറും. ശരാശരി 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന ഈ സ്ഥലം ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ്. ഭൂമിയിൽ നരകമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് തോന്നിയേക്കാം. പക്ഷേ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ എത്ര വലുതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ഡാനക്കിൾ.